കണ്ണും 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 കിട്ടിയിരുന്നെങ്കിൽ അപ്പൊ നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ പോണ്ടേ ട്രിപ്പ് ട്രാവൽ ഇത്ര ദിവസമായില്ല സത്യം പറയാനില്ല. സൊമാറ്റോ വ്ളോഗ് രാവിലെ രാത്രി ഓടി തളർന്നു. അപ്പൊ ഇനി തൊട്ട് ഇത് മാറ്റി പിടിക്കാൻ പോവുകയാണ്. അപ്പൊ മെയിനായിട്ട് നിങ്ങൾ സപ്പോർട്ട് വേണം. എല്ലാ വ്ളോഗും കാണണം. മെയിനായിട്ട് സൊമാറ്റോ വ്ളോഗ് മാത്രം കണ്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാർ ഇതിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങളെ നമുക്കാണ് ഇറങ്ങണത്. ഒന്ന് നോക്കി സപ്പോർട്ട് ചെയ്താൽ വലിയ ടൂറൊക്കെ പോവാം. ഇതിൽ ചെറിയ ട്രിപ്പ് ഇന്ന് പോവുകയാണ്. പോകുന്ന സ്ഥലം നെയ്യാറ്റിൻകര ഭാഗത്ത്. എവിടെ ആണിത്? ഈരാറ്റിൻപുറം. നമ്മൾ പോകുന്ന സ്ഥലം നെയ്യാറ്റിൻകര ഭാഗത്ത് ഈരാറ്റിൻപുരം റിവർ വ്യൂ പോയിന്റ്. അവിടെയാണ് പോകുന്നത്. അവിടെ കുളിക്കാം, കളിക്കാം, ഫൺ ചെയ്യാം. കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ശ്യാമും രാജേഷ്. അപ്പൊ പോകുന്ന വഴിക്ക് അവരെ പിക്കപ്പ് ചെയ്ത് പോകാം. ഓക്കെ, ഇതാണ് എന്താ പ്ലാന്. ചെറിയ ട്രിപ്പാണ്, വലിയ സംഭവമൊന്നുമല്ല. ഒരു സാമ്പിൾ നോക്കാൻ പോവുകയാണ്. അപ്പൊ ഇതിന് റെസ്പോൺസ് നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കാം ലോങ് ട്രിപ്പ് പോകണം വേണ്ടെന്നുള്ളത്. ലോങ് പോകും, അതാണ് വിഷയം. എന്നാലും ചെറിയ സാമ്പിൾ അല്ലേ. അപ്പൊ ഇത് ഓപ്പറേഷൻ ട്രിവാൻഡ്രം ആണ്. ട്രിവാൻഡ്രം ഭാഗത്ത് കുറെ സ്പോട്ട് ഉണ്ട്, ഞാൻ പോകാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒന്ന് പോകാൻ ഒരു ആഗ്രഹം അത്ര തന്നെ. അപ്പൊ ഞാൻ പോകുന്ന ലൊക്കേഷനൊക്കെ ആളുടെ റീൽസിൽ ഇൻസ്റ്റയിലൊക്കെ വന്നാണ്, അത് വിഷയമൊന്നുമില്ല. നമ്മൾ കേരളത്തിൽ വ്ളോഗിനകത്ത് കുറെ ലൊക്കേഷൻ പോകുന്നു, നമ്മളെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ അത്ര തന്നെ. ഓക്കെ, അപ്പോ നിങ്ങളെ ജോലി കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് സൊമാറ്റോ വ്ളോഗിനെ സൊമാറ്റോനെ പേര് പറഞ്ഞു. സൊമാറ്റോ ചെയ്ത് അയ്യോ നമ്മ മൈൻഡ് അങ്ങ് പോകുതേ സൊമാറ്റോ അല്ല. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ ട്രിവാൻഡ്രം നമ്പർ 1 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് എത്ര? ഫെബ്രുവരി 1, 2024. മണി കാരണം 10:45 മണിയായിട്ടുണ്ട്. 11 മണിക്ക് പുറപ്പെടുകയാണ്. ഫസ്റ്റ് വണ്ടിയിൽ ഓയിൽ മാറ്റിയിട്ടാണ് പോകേണ്ടത് അല്ലേ. ഓയിൽ മാറ്റാനും പരിപ്പ് മാറ്റാം, കുഴപ്പമില്ല. അപ്പൊ നോക്കാം. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല. അപ്പോ ഡയലോഗ് പറയാം, നിങ്ങൾ പറ. അപ്പൊ എന്ത് നഷ്ടപ്പെട്ടാലും ഓരോ നിമിഷം ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം. കട്ടൊക്കെ നിൽക്കണം. പുതിയ ഷൂ ഒക്കെ വാങ്ങിച്ച് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഒരു ലുക്കൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ പോകണം. ഒന്ന് ഗ്ലാമർ ആവണം, എങ്കിലും പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ അല്ലേ. ഇതൊന്നും അല്ല, ഇനി നോക്കിയോ, ഇനിയാണുള്ളത് വേറെ ലെവലിലായി നമ്മളെ സ്റ്റൈലൊക്കെ. ഇപ്പൊ 90s കിഡ്സ് ആയാലും നമ്മൾ 2K കിഡ്സിനൊപ്പം നിൽക്കണം, എങ്കിലേ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല. പോന്നാ ഇതുപോലെ ഷൂസ് ഒക്കെ ഇടുമ്പോൾ സ്റ്റൈലായിട്ട് കളിക്കണം. പ്രഭുതായ പോലെ അല്ലേ, മുക്കാക്കൂല. പോന്നാ. അപ്പൊ ഡ്രസ് സ്റ്റൈലൊക്കെ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ധൈര്യം വരെയാണ് അവിടെ നിന്ന് നമ്മുടെ. അപ്പം ആൾ പാതി ആളെ പാതി തമ്മിൽ പറയാം. അതായത് മതി സമയമാ. ഓക്കെ, പോവാന്നാ, വേറെ വിഷയമൊന്നുമില്ലല്ലോ. ബാക്ക് വരട്ടെ. ഓക്കെ, പോയിട്ട് വരാമേ. ഓക്കെ, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേഴ്സ്, ഫോണ്, നിക്കർ, തോർത്ത്, കുടിക്കാനുള്ള വെള്ളം എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, പിന്നെ ട്രിപ്പ്, അതുകൊണ്ട് കുളിക്കാനൊക്കെ നിക്കർ വേണ്ടേ അവിടെ പോയിട്ട്. വെള്ളം ഉണ്ടോ എന്ന് പറഞ്ഞൂടാ. പിന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല ക്ലൗഡിയാണ്. അപ്പോൾ ക്ലൗഡി ആയതുകൊണ്ട് മഴ കാണാൻ പറഞ്ഞൂടാ. ചിലപ്പോൾ മഴ ഇല്ലെങ്കിൽ കൊള്ളായിരുന്നു. കാരണം കുളിക്കാനാണ് പോകുന്നത്. അപ്പോൾ ആറ്റിൽ വെള്ളം ഉണ്ടെങ്കിൽ കുളിക്കാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും വലിയ വിഷയം. എന്തായാലും പോയി നോക്കാം. കമോൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം. വാ ഇതെല്ലാം ആഗ്രഹിച്ച് കുറേ ദിവസം കൊണ്ടല്ലേ. അപ്പോൾ നമ്മൾ നേരെ ആദ്യം പോകുന്നത് പൂജപ്പുര ജംഗ്ഷനിലാണ്. അവിടെ പോയിട്ട് രാജേഷും ശ്യാമിനെയും കൂടെ വിളിച്ചിട്ട് വേണം പോകേണ്ടത്. മനസ്സേ കുഴപ്പമന്ന ഇതാണ് വയതിൽ കാതലിക്കാൻ. ഇനി കാതലിക്കാൻ വയസ്സൊന്നും ഇല്ല, എല്ലാം പോയി. ഇനി ഉള്ള ജീവിതം ജീവിക്കുക അത്ര തന്നെ, ഭാര്യയും കുടുംബമായിട്ട്. ചുമ്മാ കാതലിക്കാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടില്ല. മനസ്സിലായല്ലോ. ശരി, ഓക്കെ, ഇതാണ് മെസ്സേജ്. കുടുംബമായി കഴിഞ്ഞാൽ കുടുംബമായിട്ട് ജീവിക്കണം. ഇല്ലാത്ത കാതലിക്കാനും എല്ലാം പോയി കഴിഞ്ഞാൽ അസാം ഉള്ള കുടുംബം ഇല്ലാതായി പോകും. നമുക്കിവിടെ ആദ്യം വെയിറ്റ് ചെയ്യാം കുറച്ച് നേരത്തേക്ക്. അപ്പോഴത്തേക്ക് അവർ വരുമായിരിക്കും, വിളിച്ച് നോക്കാം. ഓക്കെ. മണി ഇപ്പോൾ കറക്റ്റ് 11:30 ആവാറായി. എനിക്ക് ചെറിയ ജോലി ഉണ്ടായിരുന്നു, ഒരു പത്രം വാങ്ങണമായിരുന്നു, മുദ്രാപത്രം. അത് വാങ്ങിച്ച് കഴിഞ്ഞു. വേറെ ഒന്നുമില്ല, വീട്ട് അഗ്രിമെൻ്റ് ഒന്ന് പുതുക്കാനായി. അപ്പോൾ അതിനുവേണ്ടി വാങ്ങിച്ചാണ്. അപ്പോൾ അതൊന്ന് പോയിട്ട് വന്ന് കിള്ളിപ്പോരാൻ വരാം. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്ന ശ്യാമിൻ്റെ വീട്ടിലാണ്. ശ്യാം രാജ് അവിടെ ഉണ്ട്. അവിടെ പോയി അവരെ പിക്കപ്പ് ചെയ്ത് അവർക്ക് ഇൻ്റർ കൊടുത്തിട്ട് പോവാം. ഓക്കെ കമോൺ ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് പറയും വൈബ് ഉണ്ടല്ലേ കമോൺ ഗൈസ് പറയണത്. ഓക്കെ, അപ്പോൾ ശ്യാമിൻ്റെ വീട് എത്താറായ ഏകദേശം. ഒരു മഞ്ഞ പെയിൻ്റ് അടിച്ച വീട് അവിടെ. ഇത് തന്നെ മഞ്ഞ പെയിൻറ്റ്. ഞാൻ എത്തി. ഓർഡർ ഉണ്ട് സൊമാറ്റോയുടെ. ഇവിടെയാണ് PR 60. ഇവിടെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറിയാണ്. നമ്മൾ ഫ്രീക്ക് 2K കിഡ്സിനെ നമ്മൾ തോപ്പിക്കണം അല്ലേ. അപ്പോൾ ഇതാണ് ശ്യാം, നല്ല കണ്ടോളൂ. ശ്യാമിന് ഇടയ്ക്ക് വ്ളോഗ് ഉണ്ടായിരുന്നു. മിസ്റ്റർ വ്ളോഗിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് പുള്ളിക്ക്. അപ്പോൾ പുള്ളി റീച്ച് കൂട്ടണം കേട്ടല്ലോ. അപ്പോൾ ഇത് രാജേഷ്. അപ്പോൾ രാജേഷിനെ പറ്റി പറയാൻ വേറെ ഒന്നുമില്ല. പുള്ളി എയർപോർട്ടിൽ ജോലി ചെയ്യാൻ പോകുന്ന ആളാണ് അല്ലേ. എയർപോർട്ടിൽ ഡ്രസ് ഇല്ലേ അത് സെൻസർ. അപ്പോൾ ഇതാണ് ശ്യാമിൻ്റെ അനിയൻ്റെ മോൻ അല്ലേ, മോനാണ്. പേരെന്താണ്? വാവേ. ഫുൾ നെയിം മതി, ഒഫീഷ്യൽ നെയിം.
പ്രണവ് പ്രകാശ് സൂപ്പർ കൈ വിടും പുള്ളിയുടെ മൂഡ് പറയാം കേട്ടോ ശരി ഓക്കെ വേണ്ട കുഴപ്പമില്ല ഇട്ടേക്കാം ആ സൂപ്പർ ലൈഫ് അടിച്ച് പൊളിക്കുന്ന കാഴ്ച പറ അതാണ് അതാരും ആ സുഖാണ ഇന്ന് പോയില്ലേ അതാണ് ശ്യാമിൻ്റെ അനിയൻ പേരെന്താണ് പ്രേംപ്രകാശ് അല്ലേ ഒരു ഹായ് പറ ക്യാമറ നോക്കി ആ അതാണ് കൊച്ചു പിള്ളേരെ ലൈഫ് അടിച്ച് പൊളിക്കുന്ന കാഴ്ച പറയാം അതാണ് നമ്മളെ വ്ളോഗിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലേ ഓക്കെ നിങ്ങളെന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾ ഇറങ്ങിയില്ല ഒന്നും പറയില്ല ആ ഓക്കെ ഇപ്പോൾ ട്രിപ്പ് പോകാന്നാ അപ്പോൾ ഇതാണ് ശ്യാമിൻ്റെ വണ്ടി ഓല ഓല അതല്ലേ വണ്ടി സെറ്റാണ് നമ്മളന്ന് റിവ്യൂ ചെയ്തപ്പോൾ വണ്ടി വേറെ ലുക്കായിരുന്നു ഇപ്പോൾ ലുക്ക് മാറി നോക്കണം ഇവിടെ എന്താ ഇത് കിളവിയാ ശരി ശരി ഓക്കെ അപ്പോൾ പോവാം എനിക്കൊരു എക്സ്ട്രാ ഒരു തോർത്ത് നിൽക്കറുണ്ട് പേഴ്സ് ഫോൺ തോർത്ത് നിൽക്കറ് അല്ലേ അപ്പോൾ പോയിട്ട് അടിച്ച് പൊളിച്ചിട്ട് നമ്മൾ വരാത്തന്ന് ജോലി ലീവ് ഇടുവാ ഇന്ന് പോയിട്ട് എന്നൊരു ദിവസമല്ലേ 3 പേര് പോയ കാര്യത്തിൽ പോയി ശരിയാവില്ല 3 പേര് പോകാൻ പാടെന്ന് പറയും ഒരു ട്രിപ്പിന് ഓക്കെ അപ്പോൾ അടുത്ത പ്രാവശ്യം പറഞ്ഞു കേട്ടല്ലോ അടിച്ച് പൊളിക്കണം താടി കണ്ട് ഞാൻ KGF ലുക്ക് ഉണ്ട് അല്ലേ ഈ സൈഡ് നോക്ക് ഉണ്ടാ കറക്റ്റ് KGF ആണ് അപ്പുറത്തൊക്കെ കഴിഞ്ഞാൽ വേറെ സൂര്യയുടെ ലുക്കാണ് കറക്റ്റ് റോളക്സ് ഒരു സൈഡ് യശും ഒരു സൈഡ് റോളക്സ് ഇപ്പോൾ കമന്റ് ബോക്സിൽ തന്നെ പറയണേ ആർക്കെയും പറയാനുണ്ടായി പുള്ളി ആ ലുക്കാണെന്നുള്ളത് വേട്ട് ഇത് പൊട്ടിപ്പോയ ഫ്രണ്ടൊക്കെ എന്തോന്ന് എല്ലാ സൊമാറ്റോ വണ്ടി പൊട്ടിയതല്ലേ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് അവിടെ ആയിട്ട് സ്ഥിരം വീഴ്ചയാണല്ലേ ശ്യാം വീഴ്ച വീണിരിക്കണം വീണില്ലെങ്കിൽ ഉറക്കം വരില്ല അപ്പോൾ പോവാം വേറെ വിഷയമൊന്നുമില്ലോ എല്ലാം ഓക്കെയല്ലോ തോർത്ത് നിക്കറ് വേറെ എടുത്തുണ്ട് എണ്ണ ഷാമ്പൂവിന് അടുത്താ കുളിക്കാണ് പോണത് വെള്ളം ഉണ്ടാ ആറ്റില് അവിടെ ശരി ഓക്കെ ഇപ്പോൾ ഡയലോഗ് പറയാം അപ്പൊ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ അപ്പൊ ലൈഫ് കാമോൺ ഗൈസ് കട്ടൊക്കെ നിൽക്കണം പോകുന്ന വഴിക്ക് എന്തൊക്കെ വേണം ചോറ് ഫുഡ് മാത്രം വാങ്ങണം പിന്നെ നിനക്ക് വേണ്ടത് എന്തോ സോപ്പ് അല്ലേ സോപ്പ് ഓക്കെ എത്ര വേണമെന്നല്ലോ പറഞ്ഞോ വാ ഓക്കെ പോ സമയം രാവിലെ 10 മണിക്ക് പ്ലാൻ ചെയ്തതാണ് മണി കണ്ടപ്പോൾ 11:30 മണിയായി ഇതാണ് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത അല്ലേ ദൈവം വേറെ ഒന്ന് പ്ലാൻ ചെയ്യും അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് ട്രിപ്പ് ഇറങ്ങിയിട്ടുണ്ട് സൂപ്പർ വാ എന്ത് വൈബ് കണ്ട ഇതിനല്ലേ ഇത്ര ആഗ്രഹിച്ചത് അല്ലേ അത് സത്യം പറഞ്ഞാൽ സൊമാറ്റോ ഞാൻ മാത്രമേ ഉള്ളൂ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും അപ്പോൾ ഇതിപ്പോൾ അങ്ങനെയല്ല സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സിനോട് പോകുമ്പോഴേ പ്രത്യേക വൈബാണ് അത് എന്ത് പറയാം ഒരു ടീം വർക്ക് പോലെയാണ് അത് നല്ലൊരു അടിച്ച് പൊളിച്ച് വൈബിലാണ് അത് പറഞ്ഞറിയാൻ പറ്റില്ല പോകുമ്പോഴേ അറിയുള്ളൂ അല്ലേ കുറേ ദിവസം ആഗ്രഹമില്ല ഇങ്ങനെ പോകണമെന്നൊക്കെ ഇതൊരു ചെറിയ ട്രിപ്പാണ് വലിയ സംഭവമൊന്നുമില്ല ഒരു 18 കിലോമീറ്ററേ ഉള്ളൂ എന്നാൽ ഇതൊരു വലിയ സംഭവമാണ് എനിക്ക് ഇപ്പോഴത്തേക്ക് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വലിയ ട്രിപ്പൊക്കെ ഉണ്ട് അതെപ്പോഴാണ് പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അതുവരെ വെയിറ്റ് ചെയ്യുക ഓക്കെ കാമോൺ ആദ്യം പോയി ഹോട്ടലിൽ ആഹാരം വയ്ക്കാം എന്നാൽ നില്ലോണ കറി വരല്ലേ ദൈവമേ ഒരു നല്ല കാര്യത്തിന് പോവുകയാണ് എൻ്റെയും എൻ്റെ പിള്ളേരെയും ഒന്ന് കാത്തോണം എപ്പോഴും അല്ലേ ഞാനും എന്റെ പിള്ളേരും കൂടി ഒരു നല്ല കാര്യത്തിന് പോവുകയാണ് ഞങ്ങളുടെ മേൽ ഒരു കണ്ണുണ്ടായിരിക്കും നമ്മളങ്ങനെ ഹൈവേ കയറിയിട്ടുണ്ട് വേറെ വിഷയമൊന്നുമില്ല സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് നെയ്ച്ചോറ് മാത്രം വാങ്ങാനുണ്ട് നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണി അതെങ്കിലും വാങ്ങണം പിന്നെ നമ്മളൊരു ഗ്രൂപ്പുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് LAPG എന്ന് പറഞ്ഞുകൊണ്ട് 8 പേര് ഗ്രൂപ്പാണ് മൊത്തത്തിൽ 8 പേര് ചേർന്ന ഗ്രൂപ്പാണ് അപ്പോൾ അതിനകത്ത് മൊത്തം 3 പേരാണ് ട്രിപ്പിന് പോകുന്നത് അപ്പം ബാക്കിയുള്ള 5 പേര് വന്നില്ല അവർക്ക് വേറെ ജോലി കാര്യങ്ങളുണ്ട് അപ്പോൾ അടുത്ത ട്രിപ്പിന് പോകുമ്പോൾ അവർ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം LAPGയുടെ വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് നാളെ LAPG എന്ന് പറഞ്ഞ വലിയ ബ്രാൻഡായിട്ട് മാറണം അതിനുവേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ് കാമോൺ ഗായ്സ് കട്ടൊക്കെ നിൽക്കണം വാ അങ്ങനെ പ്രാവശ്യമ്പലം കഴിഞ്ഞ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് നേരെ ഇപ്പോൾ ഊരുട്ടമ്പലം ഊരുട്ടമ്പലം അതുവഴിയാണ് പോകേണ്ടത് അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ഊരുട്ടമ്പലം വഴിയാണ് പോകേണ്ടത് ഇപ്പോൾ ലെഫ്റ്റ് പോയ മൂക്കുതി മൂലം നമ്മൾ നേരാണ് പോകേണ്ടത് ഓക്കെ നമ്മൾ AK കാറ്ററിംഗ് എത്തിയിട്ടുണ്ട് AK കാറ്റേഴ്സ് ആൻഡ് റെസ്റ്റോറൻറ്റ് അല്ലേ ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് വാങ്ങാൻ പോകുന്നത് നെയ്ച്ചോറ് നിനക്ക് അപ്പോൾ 3 ബിരിയാണി ചിക്കൻ ബിരിയാണി ഓക്കെ വാ വാങ്ങിക്കാം വടയൊന്നും വേണ്ട എണ്ണ വാ ആദ്യം പോയി ഒരു 3 ബിരിയാണി വാങ്ങിക്കാം മണി കറക്റ്റ് 12:15 മണിയായി ലാറ്റായി ഒരുപാട് കുഴപ്പമില്ല എന്തായാലും നമ്മൾ കുളിച്ചിട്ട് കഴിക്കാനല്ലേ പോകണത് അപ്പോൾ രാശിന് 2 ചിക്കൻ ബിരിയാണി ആണെന്നാണ് പറഞ്ഞത് നിനക്കൊന്നും ഇല്ലേ എനിക്കൊന്നും ഞാൻ ഡയറ്റിലാണ് നല്ല കുഴപ്പമില്ല കഴിക്കണ പ്രായമല്ലേ കഴിക്കണം വൃത്തിയായിട്ട് അല്ലേ ഇത് പായസോ ഓക്കെ 1 2 3 4 ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ബിരിയാണി 120 രൂപയാണ് അപ്പോൾ 4 ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് 100 200 300 400 480 രൂപ അല്ലേ ഓക്കെ 2 വടം ചേർത്ത് 500 രൂപ ഓക്കെ 2 വട വേണമെന്ന് പറഞ്ഞാൽ ഓക്കെ അങ്ങനെ പാർസൽ വാങ്ങിച്ചിട്ടുണ്ട് പോകാലോ ഇനി വേറെ സ്റ്റോപ്പൊന്നുമില്ലല്ലോ ഓക്കെ നമ്മളെ ബൈക്ക് ലുക്ക് അല്ലേ ഒരു രക്ഷയില്ല പൊളി തന്നെ നമ്മളെ ലുക്കിൽ ബൈക്ക് ലുക്കില്ല ഇന്ന് ഓക്കെ പോ കമോൺ ക്വിക്ക് അപ്പോൾ ഇവിടെ നിന്ന് കറക്റ്റ് ഒരു 15 കിലോമീറ്റർ ദൂരം ഉണ്ട് എത്താറ് ഏകദേശം സ്ഥലം വലിയ ദൂരമൊന്നുമില്ലല്ലോ മൊത്തം 18 കിലോമീറ്റർ ഉള്ളൂ മൊത്തം ഒരു 7 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് ഇനി 11 കിലോമീറ്റർ ബാക്കിയുള്ളൂ അപ്പോൾ സൊമാറ്റോ ഓഡിയൻസിന് വേണ്ടി ഒരു സംഭവം പറയാൻ പോയാണ് ഇപ്പം നമ്മളതിന് ഓർഡർ കേപ്പിട്ട് കഴിഞ്ഞുകൊണ്ട് ഇപ്പം കൊണ്ടുപോകുന്ന ഐറ്റം കൊണ്ട് 4 ചിക്കൻ ബിരിയാണിയാണ് പോകേണ്ട സ്ഥലം ഇപ്പോൾ പോകേണ്ട സ്ഥലം ഈരാറ്റിൻപുറമാണ് ഇവിടെ കറക്റ്റ് ഒരു 15 കിലോമീറ്റർ ദൂരമുണ്ട് അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല കട്ടക്ക് മുന്നോട്ട് പോകാം ഓക്കെ അപ്പോൾ സൊമാറ്റോ വ്ളോഗ് ആയല്ലോ മതിയല്ലോ സന്തോഷമായല്ലോ നമ്മളങ്ങനെ വലിയർത്തല എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഊരുട്ടമ്പലം 2 കിലോമീറ്റർ ഉള്ളൂ ഇവിടെയൊക്കെ സൂപ്പർ സ്ഥലം അല്ലേ എന്ത് രസം കാണാൻ അടിപൊളി ഫീല് വൈബ് ഫുൾ പഞ്ചായത്ത് ഏരിയയാണ് കോട്ടൊക്കെ
എന്ത് രസം കണ്ട നാട്ടും പുറമാണ്. വൈബ് താ, ഇത് സൂപ്പർ വൈബ് താ, இந்த വൈബുக்கு ஏத்த വ്ളോഗ് താണടാ. ഏയ് നമ്മളങ്ങനെ ഊരുട്ടാമ്പലം ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് പോയാൽ കാട്ടാക്കട, റൈറ്റ് പോയാൽ ബാലരാമപുരം. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ ലെഫ്റ്റ് ആയിരിക്കും മിക്കവാറും. നോക്കിയിട്ട് ഇപ്പോൾ മാപ്പ് ഞാൻ നോക്കിയില്ല, നമ്മളെ പയ്യന്മാരാണ് നോക്കുന്നത്. LAPG ഗ്രൂപ്പ് പോയിൻറ്റ്സ്. ആ ഇടയ്ക്കിടയ്ക്ക് വൈബ് കാണിയിരിക്കണം. അതെ അതൊക്കെ രസമുള്ളൂ. പയ്യന്മാരൊക്കെ ഫോം കേട്ടോ, ഒരു രക്ഷയില്ല, വേറെ ലെവൽ. എന്ത് പറ്റി രമണ? എന്ത് വഴി മാറിയാ? പാട്ട് പാട്ട് പിന്നെ ഓല വണ്ടി വെച്ചിട്ട് പാട്ടാപ്പോൾ എന്തോ അല്ലേ? ലിയോ സിംഗയിറങ്ക എന്നെ കാട്ടുക്ക് വിരുന്ന്. അപ്പോൾ നമ്മൾ പാട്ടിടാൻ പോവുകയാണ്. അപ്പോൾ പാട്ടൊക്കെ ഇട്ട് നല്ല വൈബിൽ പോകാം അല്ലേ? അത് പാട്ട്. അപ്പോൾ ബ്ലൂടൂത്ത് കാണിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് ഷെയറിങ് ചെയ്യണം അല്ലേ? പാട്ട് ബാഡാസ് അതാ മതിയാ? ബാഡാസില്ലേ സിംഗയിറങ്ങനെ കാട്ടുക്ക് വിരുന്ന്. എന്തോ ഒന്നേനെ ഞാൻ പറഞ്ഞു, നീ പറഞ്ഞു ഒന്നേനെ. അപ്പോൾ കോപ്പറേറ്റ് വരാതെ നോക്കിയോണം. സൂപ്പർ. അടിപൊളി. കാട്ടുക്ക് വിരുന്ന് ഇവൻ പേട്ടയ്ക്ക് വേട്ടയ്ക്ക് കൂടെ ചേർന്ന് പാടിയാൽ കോപ്പറേറ്റ് വരൂല. പാട്ടൊക്കെ ഇട്ട് നല്ല വൈബ് സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ട്രിപ്പ് അല്ലേ? ഇങ്ങനെ ആയിരിക്കണം ഭയമായ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ. പാട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് പോകണം. മുറയ്ക്കാതെ നീ ബാഡാസുമാ ഉറസാമ ഓടിട്. വിജയുടെ പാട്ട് എടുപ്പാണ് മാസം അല്ലേ? വേറെ ഒരു പാട്ട് ആ ലെവൽ വരില്ല. അതാണ് ഭയങ്കര വെള്ളം താകട്ടെ, ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഫ്രൂട്ടി വാങ്ങാൻ പോയിട്ടുണ്ട്. ആഷ് ഒരു വലിയ ബോട്ടിൽ ഫ്രൂട്ടി വാങ്ങിച്ച് എല്ലാവർക്കും ഷെയർ എടുക്കാം അല്ലേ? എടാ മതി ഫ്രൂട്ടി മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ലൈസൊക്കെ വാങ്ങണോ? ഫ്രൂട്ടി മാത്രം വാങ്ങാൻ പറഞ്ഞു. ലൈസ്, ജിലേബി, ലഡു ഒക്കെ വാങ്ങിച്ചോണ്ടിരിക്കുന്നു. തന്നെയല്ലേ? കഴിച്ചോണ്ടിരിക്കൂലേ? നിന്റെ അടുത്ത് എന്ത് പറഞ്ഞു? ഫ്രൂട്ടി മാത്രമല്ല വാങ്ങാൻ പറഞ്ഞു. ഇതെന്തോന്നത്? ബിരിയാണിയാ? ബിരിയാണി ചേഞ്ച് ഇല്ലെന്നാ? ചേഞ്ച് 10 രൂപ. ഫ്രൂട്ടി 42 രൂപ, ഇത് 5 രൂപ, ഇത് 3 രൂപ. 50 അല്ല ഇവിടെ 50 രൂപ. സൂപ്പറല്ലേ? അതെ, മദ്യത്തിന്റെ മണം തന്നെ. എന്റെ ഈശ്വര, ഈ തറവാട്ടിൽ കുടിക്കേ ഞാൻ ശരിയാക്കി തരാം. ഒന്ന് പൊക്കറോ. അപ്പൊ ആദ്യം കുടിക്കേണ്ടത് നിങ്ങളാണ്. എന്നാ ഭയങ്കര ദാഹം കേട്ടോ, രക്ഷയില്ല. ഇതിന് കിണർക്കാൻ പോലെ കുടിച്ച് ഞാൻ മാറിയാ ഇപ്പൊ കമന്റ് വരും, കമന്റ് ബോക്സിൽ ബ്രോ ഫ്രൂട്ടി കുടിക്കില്ല ബ്രോ, കെമിക്കലാണ്. ഫുള്ള് കെമിക്കലാണ് ബ്രോ. പക്ഷേ നമുക്ക് പറഞ്ഞ വെള്ളം അതിന് അപ്പുറത്ത് കെമിക്കലാണ്. എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ജോലിക്ക് ഇറങ്ങി ഇപ്പം കെമിക്കൽ ഇല്ലെങ്കിൽ ശരീരം താങ്ങൂല. ആലല്ലേ കുടി കുടി. കഴിക്കുന്ന ആന്റിബയോട്ടിക്സ് പോലെ കെമിക്കലല്ലേ? പിന്നെ നല്ല കെമിക്കലാണ്. ബിരിയാണി സേഫ് ആണല്ലോ, വേറെ വിഷയമൊന്നുമില്ലോ. ഉപ്പ് ഇരിക്കട്ടെ, എന്തൊരു ആവശ്യം വരും വെള്ളം കുടിക്കാനൊക്കെ അല്ലേ? പോകാം. ഓക്കെ പോ. ഇപ്പോൾ വഴി കുറച്ച് മാറിപ്പോയെന്ന് പറഞ്ഞ ഷാമ്പും അപ്പോൾ ബാക്ക് പോകാം. യൂട്ടേൺ എടുത്തിട്ട് ഇപ്പോൾ മാപ്പായ വഴി കുറച്ച് മാറ്റി കാണിക്കുക. അതൊക്കെ സ്ഥിരം ഉള്ളതിന് വിഷയമാക്കാൻ പാടില്ല. ഇപ്പോൾ ഈ ലൊക്കേഷൻ പേര് മാറനല്ലൂരാണ് അല്ലേ? അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഹായ് പറഞ്ഞേക്കാം. ഹായ് മാറനല്ലൂർ ബോയ്സ് ബ്രദേഴ്സ്. കേട്ടാ വൈബ് സൂപ്പർ. ഇതാണ് ഞാൻ വിചാരിച്ച വൈബ് അല്ലേ? അടിപൊളിയായി കണ്ടാ. ഇവിടെയൊക്കെ വരുമ്പോൾ ദിവസം കണ്ടാ ശബരിമല പോകുമ്പോഴേക്കും അല്ലേ? സൂപ്പറായി. ആ പ്രകൃതിയുമായിട്ടുള്ള രമണീയമായിട്ടുള്ള ഒരു ആ വൈബാണ് അല്ലേ? വേറെ ലെവൽ. ഇപ്പോൾ ചുമ്മാ ഒരു കോമഡിക്ക് പറഞ്ഞാണ്, ചളിയാണെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ നമ്മളങ്ങനെ അരുവിക്കര എത്തിയിട്ടുണ്ട്. അരുവിക്കര എത്തിയാ സൂപ്പർ. ലെഫ്റ്റ് പോയാൽ നേർ ഡാം, റൈറ്റ് പോയാൽ കീഴാരൂർ. ആഹാ വേറെ ലെവൽ കേട്ടാ. സ്ഥല ലൊക്കേഷൻ എത്തിയാ? സ്ഥലം എത്തിയാ? അടിപൊളി കേട്ടാ. ഇത് തന്നെ ലൊക്കേഷൻ. ഇവിടെ കുളിക്കാമല്ലോ വേണമെങ്കിൽ. എങ്ങനെയുണ്ട് ലൊക്കേഷനൊക്കെ? സൂപ്പറല്ലേ? സൂപ്പർ കേട്ടാ. തീറ്റി തുടങ്ങിയാ? ഓഫേടാ കോപ്പറേറ്റ്. അങ്ങോട്ട് നോക്കാം. ഇത് അരുവിക്കര ജംഗ്ഷൻ ആണല്ലേ? അരുവിക്കര ഡാം അതൊക്കെ പറഞ്ഞ ഇവിടെയാണ്. സൂപ്പർ അല്ലേ? ഒരു രക്ഷയില്ല, അടിപൊളി. പട്ടിയോ? പാവം ചൂട് സമയത്തെ ഇപ്പോൾ പട്ടി ചൂട് കൊണ്ട് വെള്ളത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ് കുറച്ച് നേരം. ഇവിടെ കുളിക്കാമല്ലോ സൂപ്പറായിട്ടല്ലേ?
ഇത് ഓടുന്ന വെള്ളമായോണ്ടേ. ആ ഓടുന്നുള്ള കുഴപ്പമില്ല, വലിയ സംഭവം അടിപൊളി സെറ്റ് കേട്ടാ. ഈ ഒരു പ്രൈവറ്റ് സ്പോട്ട് ഉണ്ട്, ആ സ്പോട്ടിൽ നമുക്ക് ആരും ഡിസ്റ്റർബ് ആവില്ല. അതാണ് അങ്ങോട്ട് പോലെ അങ്ങോട്ട് പോകാം. ഇവിടെ നിന്ന് കറങ്ങി ആ റോഡ് അങ്ങ് കയറി അവിടെ വരും. അപ്പം ശരി, ഓക്കെ. സൂപ്പറാണ്. അങ്ങോട്ട് മൊത്തം റബ്ബർ എസ്റ്റേറ്റ് പോലെ ഇരിക്കും. ഇവിടെ നമ്മൾ കുളിക്കാൻ പോകുന്നത് അല്ലേ? നമ്മൾ ഇന്നത്തെ മെയിൻ കണ്ടന്റ് കുളിയാണ്. കുളിക്കുക, മറിയുക, ചാടുക, ഫൺ ചെയ്യുക അല്ലേ? കാരണം ഇല്ലല്ലോ, ഇതൊക്കെ ആണല്ലോ പോലെ. അപ്പം കമോൺ, കട്ടക്ക് നിൽക്കണം, വാ വാ. ഇപ്പോൾ ഇവിടുത്തെ വ്യൂ സൂപ്പർ കേട്ടോ. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം അരുവിക്കരല്ലേ? ഇപ്പോൾ നേരെ ഇപ്പോൾ റൈറ്റാണ് പോകേണ്ടത്. ലൊക്കേഷൻ പൊളി കേട്ടോ, ഒരു രക്ഷയില്ല, വേറെ ലെവലായിരുന്നു. നോക്ക്, ഇവിടെയൊക്കെ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് ഇങ്ങോട്ടൊക്കെ. അപ്പോൾ ഒരു പുതിയ വൈബാണ് ഇങ്ങോട്ടൊക്കെ കിട്ടുന്നത് എനിക്ക്. ആ സൂപ്പർ അല്ലേ? എന്ത് വലിയ റോഡ് നോക്ക്, എന്ത് രസമല്ലേ ഇതൊക്കെ. ട്രിവാൻഡ്രത്തിന് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നമ്മൾ പോകാത്ത അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ പോകണ്ട ഇടയ്ക്കിടയ്ക്ക് ഒരിക്കലെങ്കിലും പോകണം എല്ലാ സ്ഥലത്തും അല്ലേ? ഇത് ഇങ്ങോട്ടൊക്കെ ഫുള്ളും വില്ലേജ് ഏരിയയാണ്, അടിപൊളി അല്ലേ? സൂപ്പറായിട്ട് എന്ത് രസം കണ്ടാ. ഇതൊക്കെ ട്രിവാൻഡ്രം ആണോ ഡൗട്ട് ആയിരിക്കും അല്ലേ? അതാ ലെവലിലേക്കും സ്ഥലങ്ങളൊക്കെ. നമ്മൾ കാണുന്ന ട്രിവാൻഡ്രം ഫുൾ സിറ്റിയാണ്. കുറച്ച് ഔട്ടർ വന്നു കഴിഞ്ഞാൽ നല്ല കിട്ടില്ല സ്പോട്ടൊക്കെ കൊണ്ടുപോലെ. ഇതൊക്കെ നമ്മൾ കാണണ്ടേ ഇതൊക്കെ അല്ലേ? എത്തിയാ ലൊക്കേഷൻ എത്തിയാ? ഓക്കെ, അത് നമ്മൾ കസ്റ്റമറുടെ വീടെത്തി കഴിഞ്ഞിട്ടുണ്ട്. സോറി, സൊമാറ്റോ ഉള്ളത് ചെയ്ത് ആദേശീയമായിപ്പോയി. ഓക്കെ, നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, വേറെ വിഷയമൊന്നുമില്ല, സേഫാണ്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടല്ലേ പോകണ്ടോ അല്ലേ? അപ്പോൾ വഴി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കയ്യിൽ ബിരിയാണി ഉണ്ട്, ആദ്യമേ കുളിച്ചിട്ട് ബിരിയാണി കഴിക്കാം അല്ലേ? രാജേഷ് ബിരിയാണി പറഞ്ഞാൽ കഴിച്ചിട്ട് കുളിച്ചിട്ട് പിന്നെ ഒന്നും കഴിക്കും അല്ലേ? കഴിച്ചിട്ട് കുളിച്ചിട്ട് പിന്നെയും കുളിക്കും. അങ്ങനെയാ? രാജേഷ് ആദ്യം ഒന്ന് കഴിക്കും, എന്നെ കുളിക്കും, പിന്നെയും കഴിക്കും, പിന്നെയും കുളിക്കും. അതെ, പിന്നെയും കുളിക്കും. കുളിക്കുക കഴിക്കുക, തിന്നുക തൂറുക മറ്റേ പറയും പല്ലിനെ. എന്തിനാ ഇത്ര അയ്യോ, അപ്പോൾ ഈ ലൊക്കേഷനിൽ ഫാമിലി വരണ്ട, അത്ര സേഫ് അല്ല. കാരണം ഇവിടെ ഇറക്കം കണ്ടല്ലോ, പാറയാണ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ പയ്യന്മാർ ഗ്രൂപ്പ് ആണെങ്കിൽ ഓക്കെ, വേറെ വിഷയമില്ല. ഇവിടെ എങ്ങനെ ഇറങ്ങും നമ്മൾ, അതാണ് റിസ്ക്. ഇറക്കമാണ് കണ്ടാ, സൂര്യ ഗ്രിപ്പുണ്ട്, കുഴപ്പമില്ല, പയ്യ ഇറങ്ങാം. പാ, ഓക്കെ സൂപ്പർ, പൊളി, വേറെ രക്ഷയില്ല, അടിപൊളി ലൊക്കേഷൻ. പൊളി കേട്ടോ, അടിപൊളിയായിരുന്നു. പയ്യന്മാർക്ക് സൂപ്പർ എൻജോയ് ചെയ്യാം, ഫാമിലി ശരിയാവില്ല. ഫുൾ റബ്ബറാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ. കണ്ടാ റബ്ബറിൻ്റെ പാലൊക്കെ ഉണ്ടല്ലോ, ഒരു 4 തുള്ളി പാലുണ്ട് കേട്ടോ. നിറഞ്ഞ സിനിമയിൽ ലൊക്കേഷൻ പോലെ അല്ലേ മോഹൻലാലിൻ്റെ? അവിടെയാ? എങ്ങനെ ഇറങ്ങൂടത്? എനിക്ക് അമ്മോ, കൊക്ക പോലെ കിണത്തിയും പയ്യ. ഓക്കെ, സേഫ്. ഓടിക്കോ, ലൊക്കേഷൻ പൊളി കേട്ടാ, അടിപൊളിയായിരുന്നു അല്ലേ? സൂപ്പർ അല്ലേ? വലത്തേക്കാൽ അവിടെ വച്ച്, ഇടത്തേക്കാൽ ഇവിടെ വച്ച്, ലെഫ്റ്റ് റൈറ്റ്. സൂപ്പർ. ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട് ലൊക്കേഷനിൽ. ഇതാണ് ഈരാറ്റിൻ അല്ലേ? ഇതാണ് ഈരാറ്റിൻപുറം റിവർ വ്യൂ പോയിന്റ്. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ല, കുളിക്കാനാ വേർത്ത് കുളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ കുളിക്കാൻ പോളി അല്ലേ? ഇങ്ങോട്ടൊക്കെ ആഴമുണ്ട്. ഇവിടെ അങ്ങോട്ട് ആളുണ്ട്, അങ്ങോട്ട് പോകണ്ട, നമുക്ക് ഇവിടെ ഓക്കെ, ഇവിടെ നിന്ന് വിളിക്കാം. തെളിഞ്ഞുള്ളൂ അല്ലേ? പറയാം, വാ അപ്പോൾ കുളിക്കാം, സമയം കളയണ്ട, വാ. ഓ, നീ ബിരിയാണി കഴിച്ചിട്ട് കുളിക്കാൻ പോകും. ശരി, ഓക്കെ. അപ്പോൾ തീറ്റി തുടങ്ങിയിട്ടുണ്ട് ബിരിയാണി. അപ്പോൾ എനിക്ക് ഒരു ഷെയർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ചെറിയ ഷെയർ അല്ലേ? ഓക്കെ. നല്ല റൈസ്, നല്ല ബിരിയാണി, കൊള്ളാം. അപ്പോൾ സത്യം പറഞ്ഞാൽ ബഡ്ജറ്റ് ബിരിയാണിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ട്. അതുകൊണ്ട് മാക്സിമം തിന്ന് എൻജോയ് ചെയ്യുക. എന്നെ കണ്ട് പഠിക്കില്ല, ഞാൻ തിന്നാറില്ല, ഇനിമേൽ തിന്നു എന്നെ കണ്ട് പഠിക്കണം. പൊളി. ഒരു ദിവസം 4 നേരം ആഹാരം എക്സ്ട്രാ സ്നാക്സും കൂടെ കഴിക്കുന്ന ശരീരമാണ്. അപ്പോൾ പൊളി കേട്ടോ, സൂപ്പറായാണ്. അപ്പോൾ ചുമ്മാ പറഞ്ഞില്ല, ബിരിയാണി സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല വർത്താണ്. അപ്പോൾ ബാക്കി വന്ന് കഴിക്കാം, അത് കുളിച്ചിട്ട് ഇത് സാമ്പിളാണ് അല്ലേ? ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കിയാണ്, എന്നിട്ട് നല്ല പുക്കര കഴിക്കാം. സെറ്റ് സാധനം ഉണ്ട് കേട്ടോ, വേണോ? അഴുക്ക മനുഷ്യ, കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കൂ. ഹേയ്
അപ്പോൾ ഓക്കെ പോവാം. കമോൺ കമോൺ. വെള്ളത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. നല്ല ആഴമുണ്ടെന്നാണ് പറയണത്. ആഴുണ്ടോ? അപ്പോ ചെറിയ പായലും പൂപ്പിനും അല്ലേ? നല്ല പായലട്ടാ. ശരിയാണ്. അയ്യോ നിക്കർ കയറോടെ. പൊളി പൊളി സൂപ്പർ. തണ്ണി തൊട്ടി തേടി വന്ന കണ്ണ് കുട്ടി അല്ലേ? ഗോപുരം വെള്ളത്തിനകത്ത് പോയാട്ടാ. ഞാൻ റോഡ് ഷോട്ടി വരാം. ഇവിടെ എത്ര ആഴമുണ്ട്? അത് കറക്റ്റ് ഇടുപ്പിനാണോ അല്ലേ? ഇത്രയുണ്ട്. ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. എന്റെ അമ്മ ചറക്കുണ്ടല്ലോ ഇവിടെ. ചറക്കറിയാം. ഇവിടെ നല്ല വെള്ളം കേട്ടോ. അപ്പൊ സംഭവം ഇവിടെ സേഫ് ആണെന്നാ പറഞ്ഞല്ലേ? അയ്യോ ഇവിടെ ആഴുണ്ടല്ലോ എന്റെ അമ്മ. വെള്ള ശരി തന്നെ. നീന്തറിയണോ അല്ലേ? നല്ല ഒഴുക്കുണ്ട്, അങ്ങ് പോകും. ശ്യാമ അങ്ങനെ പോകുമ്പോൾ പറയണേ ഇതിന്റെ ലാസ്റ്റ് ഷോട്ട് ഒന്ന് എടുക്കണം. റീച്ച് കിട്ടൂടാ. ആ റീച്ച് എനിക്ക് വേണ്ട. അങ്ങനെ വേണ്ട. ഇവിടെ ഇപ്പൊ കാര്യം ഉള്ളിട്ട് അങ്ങ് പോയി. ഈ ചൂട് സമയത്ത് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ സുഖമുണ്ടല്ലേ അല്ലേ? തലമുക്കാട്ടാ. നമുക്കാ തിരിച്ചു ആരെങ്കിലും എല്ലാവരും വെള്ളത്തിന് അടി പോയിക്കളായി. അപ്പൊ റിസ്ക് ഉണ്ട്, സേഫും ഉണ്ട്. അപ്പൊ നോക്കിയാണ്ട് കുളിച്ചാൽ നമുക്ക് കൊള്ളാം അല്ലേ? സേഫ് ഒന്നല്ല, റിസ്ക് ആണ്. അത്യാവശ്യം റിസ്ക് നല്ലല്ലോ. എന്റെ കാലം കുടിക്കാതിരിക്കുകയാണ്. എന്റെ അത്യാവശ്യം ഒരു മിനിറ്റ് ഇപ്പൊ തരാം. സംഭവം സൂപ്പർ. ഇവിടെ വേറെ ഒന്നും പറയല്ല. അടിപൊളിയായിട്ട് കുളിച്ചോണ്ടിരിക്കുകയാണ്. നല്ല കുളിച്ച് നല്ല ഒരു ഫ്രഷ് ഫീലാണ് ഇപ്പോൾ അല്ലേ? വീട്ടിൽ നിന്ന് കുളിച്ച് ശരിയായില്ല, കാരണം വരുമ്പോൾ നല്ല വേർത്ത് കുളിച്ച്. ഇപ്പം കുളിച്ച് നല്ല ഒരു ആശ്വാസമുണ്ട്. വീട്ടിൽ കുളിച്ച് മടുത്തെങ്കിൽ നേരെ 40 കിലോമീറ്റർ ബൈക്ക് എടുത്തു. 18 കിലോമീറ്റർ ഉള്ളൂ. അന്ന് ഇവിടെ ഫ്രീ ആയിട്ട് കുളിച്ചിട്ടോ. പിന്നെ എന്നോ അത് വേറെ കുടിക്കുക അവിടെ പറഞ്ഞു പുറത്ത് കഴിക്കണോ? വേറെ ചാടിക്കല്ലേ കൊടുക്കും. എന്നെ കണ്ട ജയന്റെ ലുക്ക് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ജയന്റെ ലുക്കിൽ ഒരു സംഭവം. അതെ ചേട്ടാ, വിങ്സ് ഒന്ന് പൊക്കി കാണി. കണ്ണും കണ്ണും എന്തിനാട്ടോ തടവണത്? കുതിര അതിന് കുതിരയായിട്ട് കുതിരയെ കിട്ടിയിരുന്നെങ്കിൽ. ആരെവിടെ ട്രിപ്പ് പോയാലും ഇതുപോലെ സ്ഥലങ്ങൾ ഇറങ്ങുമ്പോൾ സൈഡിൽ പിടിച്ച് നിൽക്കുക. വെള്ളത്തിന്റെ നടക്ക് പോകരുത്, മൊത്തം കുഴിയായിരിക്കും. പിടിക്കാൻ പറ്റില്ല, അടുത്തിനെ പിടിച്ച് മുക്കിയിട്ട്. അത് ഇവിടെ ഒരു 3-4 പയ്യന്മാരുന്നുണ്ട്. ഇതോട്ട് അറിയാൻ പറ്റി. ഇറങ്ങിയിരുന്നെങ്കിൽ അങ്ങ് പോവായിരുന്നു. വെള്ളത്തിൽ പെടുക്കുമ്പോ എന്റെ മോനെ നമ്മൾ പഴയ ജിമ്മാണ് എല്ലാം പോയത്. കളിക്കാൻ സമയമൊന്നുമില്ല. വെറുതെ അല്ലേ? മോനെ അങ്ങനെ ട്രൈസെപ്സ് വന്നു. പാറ പൊട്ടും. രാജേഷ് ഇവിടെ പമ്മിയിരിക്കണം. രാജേഷിന് മസിൽ കാണിക്കാൻ മസിലൊന്നും ഇല്ല. അപ്പോൾ വന്നതിന് പുറത്താണ്. ആപ്പാടെ ചിലവ് 50 രൂപ പെട്രോൾ, 120 രൂപ ബിരിയാണി അല്ലേ? പയ്യന്മാർക്ക് വന്ന് സൂപ്പർ എൻജോയ് ചെയ്യാം. ഫാൾസ് കുറ്റാലം. നദിയേ നദിയേ ഇത് വിട്ടാ എങ്ങനെ ഇരിക്കും? ഇത്രയും സ്പേസ് ഉള്ളു ഈ പാറയ്ക്ക്. ഇത്രയും ഒരു വലിയ പാറയും ചെറിയൊരു പാറ ഇത്രയും സ്പേസ് സപ്പോർട്ട് പൊളിയല്ലേ? പിന്നെ ഒരു ജസ്റ്റ് മാറിയ രാജേഷ് പപ്പടം അല്ലേ? ബോഡി മസാജ് സൂപ്പറാട്ടോ. രക്ഷയുണ്ട്. പറയാ കുളിക്കാൻ വേണ്ട ഒന്നുമില്ല, ഇരുന്ന് നിർത്താൻ. വിശ്വാമിത്രൻ. ഓം ശിവോഹം രുദ്രതാരം വദേഹം.
രുദ്രതാണ്ഡം വദേഹം വദേഹം. ഡയലോഗ് പറയട്ടോ. ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ, എന്ത് കഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടാലും ഓരോ നിമിഷം ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഇവിടെ ഒറ്റ ലൈഫുള്ള അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം. guys. Come on, guys. വാ വാ വാ. അല്ല ഇവിടെ ഇത് പറയുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഈ സ്വാമീജി മന്ത്രം പറയണില്ല അതുപോലെ തന്നെ. ഓക്കെ, സൂപ്പർ. സുധീഷാനന്ദ സ്വാമി. അടുത്ത സംഭവം ഒന്നും വേറൊന്നുമില്ല, അത് അവിടെ പോകാൻ പോവുകയാണ്. അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങണം. നമ്മൾ പതിയെ ഇറങ്ങി തറുക്കി വിഴാതെ ഇവിടെ നിന്ന് അവിടെ ചാടി അങ്ങനെ പോകണം അല്ലേ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് അതുവഴി പോവാം. ഇങ്ങനെ നടന്നങ്ങനെ അവിടെ പോവാം. നല്ല അഹങ്കാരി. വലിയ കുഴപ്പമില്ല, പിടിച്ച് പയ്യെ പയ്യെ പോകണം. അല്ല നല്ല ഒഴുക്കട്ടാ, നല്ല ഒഴുക്കും, രക്ഷയില്ല, ഒഴുക്കുണ്ട്. ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ്. അപ്പോൾ സെറ്റ്, അടിപൊളി. ഇത്രയേ ഉള്ളൂ, സിമ്പിള്. ട്രൈ ചെയ്താൽ ജയിക്കാം അല്ലേ. മീനാ അവിടെ മീൻ കംപ്ലീറ്റ് കേട്ടാ, ജപ്പി തന്നെ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു അണ്ടർ വാട്ടർ ഷോട്ട് എടുക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ലൈഫ് അടിച്ചു പൊളിക്കണം guys. Come on guys, കട്ടയിലിരിക്കണം. സംഭവം ഇവിടെ നല്ല ആഴമാണ്. ഒന്ന് ഭാഗത്ത് പോ, നോക്കട്ടെ. സംഭവം എത്ര കുളിച്ചാലും മതിയാവുള്ള, കുളിച്ചുകൊണ്ടിരിക്കുന്ന തോന്നുന്നു. വീട്ടിൽ പോകാൻ മനസ്സില്ല, ഇവിടെ എന്താ മതി. അവിടെ ഡാമാണ്, നമ്മൾ നേരെ ഡാമാണ്. ഇപ്പൊ ഡാമിൽ നിന്ന് എന്ന് പറഞ്ഞ് വെള്ളം വന്ന സൂപ്പറായിരിക്കും. കടുപ്പിക്കലേ. എന്നാ ഇങ്ങനെ ഒരു വെള്ളം ഒരിക്കണം നോക്കിക്കൊണ്ടിരിക്കുക, ആകാശം നോക്കി. സുനാമി വല്ല ഒരു സുനാമി 2024. അയ്യോ കാടുപിക്കൽ സുഖമായി വെള്ളം പാടിയാണ് കേട്ടോ പറഞ്ഞത്. അത് എനിക്കും പേടിയാണ്, എല്ലാം പേടിയാണ്. അതായത് പഞ്ചഭൂതങ്ങളിൽ ഒരു ഭൂതമാണ് ഇത്. നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പേടിക്കണം. പേടിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അതെ, പേടിക്കാതെ ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. പേടി കുറച്ച് വേണം, കുറച്ച് വേണം. സേഫ് അല്ലേ, സേഫ് ആണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ആലമ്പിലും പോയിറങ്ങും. വള്ളി അതിലേ പോകണം. പഞ്ചഭൂതങ്ങളിലെ ഒരു ഭൂതമാണ് നമ്മളെ ഫ്രണ്ട് ഏരിയ. അതെ, ഈ ഭൂതത്തെ കറക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിഷയമില്ല. അത് സൂപ്പർ കേട്ടോ, വിഷയമില്ല, അടിപൊളിയാണ്. പയ്യന്മാർക്ക് വന്ന് സൂപ്പർ എൻജോയ് ചെയ്യാം. അടുത്തുണ്ട് ട്രിവാൻഡ്രം അല്ലേ. ചേട്ടാ ലൊക്കേഷൻ പിന്നെ ചെയ്തേക്കാം. ആ പിന്നെ പിന്നേക്കാം. Love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted. അപ്പോൾ ഓക്കെ, കഴിക്കാം, വിശക്കണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വിശപ്പ് കഴിക്കാൻ പോയാണ്. അപ്പോൾ ചിക്കൻ ബിരിയാണി ഇന്നൊരു പൊടി. ഓൾവേസ് വെൽക്കം യു. ബിരിയാണി, സലാഡ്, അച്ചാർ, ഒരു മുട്ട ഉണ്ട്, അകത്തൊരു ഇറച്ചിയുണ്ട്, കോഴി ഇറച്ചി. എവിടെ എവിടെ ഇറച്ചി എവിടെ? അയ്യോ ലെഗ് പീസ് ഇല്ല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. ആദ്യം ചോറെടുക്കുക. ചോറെടുത്തിട്ട് ആഹാ സംഭവം പൊളി ഉണ്ടോ, അടിപൊളി. ആടിപ്പൊളി. ചട്ടൂരേ ചട്ടൂരേ മണി ഒരു 3:15 നല്ല മഴ കേട്ടോ, ഒരു രക്ഷയില്ലോ, ഹെവി മഴ. ഇതിലെ മഴ ഗൈസ് നോക്ക്, അങ്ങോട്ട് കാണിക്കും. എന്താ മഴ കൂടിക്കൊണ്ടിരിക്കണ്ട, എന്തത്
മര്യാദക്ക് ആദ്യമേ പോവായിരുന്നു പറഞ്ഞാണ്. അപ്പൊ കുളിക്കണമെന്ന് അവന് ഇവന്. ഒത്തിരി മഴ ഇത് കണ്ടന്റ് ആയല്ലോ. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാം മഴ നിൽക്കുമ്പോഴല്ലേ, വേറെ വഴിയില്ല. ഇപ്പൊ ഡ്രസ് എടുക്കാൻ ഡ്രസ് വേണമായി. ഇത്ര നമ്മൾ ആറ്റി കുളിച്ച് മഴ തുളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ വാ 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 വാ. അപ്പൊ ഒരു മ്യൂസിക് വെച്ച് മസിൽ ഷോ പോലെ ഡാൻസ് അല്ലേ? വാ. അപ്പൊ ഇനി ഒരു പാട്ട് പാടാൻ പോവുകയാണ്. ഡാൻസ് കഴിഞ്ഞ് ഓക്കെ. ഇനി സോങ് അത് പാട്ട് പാടാൻ പോന്നെ അടടാ മഴ വയ്യ സിനിമയിൽ നിന്ന് അടടാ മഴ പാടാൻ പോയാണ്. ക്യാമറ വെള്ളത്തിൽ പുഷപ്പെടുക്കുകയാണ്. ബാക്ക് പൊങ്ങിക്ക് എന്താ സംഭവം? വേറെ അറിയാ പുഷപ്പെട് സംഭവം കുറച്ച് ഓവറാണെന്ന് അറിയാം. എന്നാലും കുഴപ്പമില്ല, രസമല്ലേ വല്ലപ്പോഴല്ലേ വരണത്. ശിവോ എങ്ക പോണ ശിവോ ജയിച്ചിട്ടോ. അപ്പൊ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കര കയറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മണി കറ എത്ര മണിയായി? 4 മണിയായി അല്ലേ? വീട്ടിൽ പോവാം. നീ വേറെ പറയാനില്ലല്ലോ. ഇല്ല, നേരെ ഓക്കെ. സംഭവം അടിപൊളി. വൈബ് അതിനോട് പൊളിച്ചില്ലേ? മഴയും കൂടെ പൊളിച്ചു. അപ്പോൾ ഈ ലൊക്കേഷന്റെ പേര് ഈരാറ്റിൻപുറം റിവർ വ്യൂ പോയിന്റ് അല്ലേ? പറയാനുള്ളൂ. ഇപ്പൊ എന്റെ വേറൊന്നുമില്ല പറയാനായിട്ട്. ഹലോ പറയാം. അപ്പോ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം അപ്പൊ ലൈഫ് അടിച്ചു പൊളിക്കണം. ഗായ്സ് കം ഓൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം. ബൈ. കാണാം അടുത്ത വ്ളോഗിൽ അടിച്ചു പൊളിക്കാം അതേപോലെ. ഓക്കെ ഓക്കെ പോന്നാ. കമോൺ ക്വിക്ക്. ടാറ്റാ.